രക്ഷപ്പെടുത്തുന്നത് മക്കളുടെ കാര്യത്തിലാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് കാർഡിൽ താഴെ രക്ഷിതാവ് എന്നുള്ള അടുത്ത പേര് ഒപ്പിടാനുള്ളതല്ല, അതെല്ലാവർക്കും കഴിയും. പിന്നെ ഏതാ രക്ഷിതാവ് എന്ന് പറയാ? നരകത്തിൽ നിന്ന് രക്ഷിക്കണം മക്കളെ. എന്റെ മക്കൾ നരകത്തിലേക്ക് പോകൂല. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു. രക്ഷിതാവിന്റെ ട്രാൻസ്ലേഷൻ. എന്റെ മക്കളെ ഞാൻ അങ്ങനെ പോറ്റിയിട്ടുണ്ട്. ഇതാ രക്ഷിതാവ് എന്ന് പറഞ്ഞാലേ അതെങ്ങനെയാവുമ്പോ രക്ഷപ്പെടുത്തേണ്ടത്? അതിങ്ങനെ കൈമലർത്തല്ല വേണ്ട. ഡയലോഗ് വന്ന് അടുക്കുകയാണെങ്കിൽ മുക്കത്ത് വെക്കാം, കവുങ്ങായാൽ എവിടെ വെക്കാം. അങ്ങനെ ഡയലോഗ് ഉണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ സമയത്ത് നമ്മൾ പൊട്ടിക്കറിഞ്ഞ അള്ളാഹിനോട് ദ്വാരക്കണം. ഷെഹറാൻ ഇമാം റഹിമുള്ള പറയുന്നുണ്ട്, എൻ്റെ മോനെ അബ്ദുള്ള എന്ന് പറയുന്ന മോന് കിതാബ് ഓതാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ലാസ്റ്റ് ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞു, പാതിരാക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ മോനെ നീ ഏറ്റെടുക്കണേ. അന്ന് ഏറ്റെടുത്തു. അതമ്മ ചെയ്യാറുണ്ടോ? ഇന്ന് 5 വക്ത നിസ്കാരത്തിന് ശേഷവും മക്കൾക്ക് വേണ്ടി ദ്വാരുന്ന ഒരു കൈ പൊക്കിയെന്ന് പറഞ്ഞാല് പലർക്കും ഉണ്ടാവില്ല ആ കൈ പൊക്കാന്. നമ്മൾ രക്ഷിതാവണ്ടേ, നമ്മൾ മാതൃകാവണ്ടേ? മക്കൾ നമ്മളെ കണ്ടിട്ടല്ലേ വളരുന്നത്. ഉപ്പ അർജന്റീന ഫ്രാൻസിന്റെ ടീമാണെങ്കിൽ മക്കൾ അതിന്റെ അപ്പുറത്തെ ടീമാവൂലേ? നമ്മളവിടെ ഫിഖഹിന്റെ മസല പ്രകാരം ഹറാമാണോ ഹലാലാണോന്നോ ചർച്ച ചെയ്യല്ല. ഈ കുട്ടി കൾച്ചർ പഠിച്ചാൽ ഏത് മായാ ലോകത്തേക്ക് എത്തും എന്നുള്ള അപകടകരമായ നിരീക്ഷണം നടത്തിയ വേണ്ടത് നമ്മള്. അതാണോ ചിന്തിക്കേണ്ടത്? ചെറുപ്പക്കാരായ വാപ്പ മക്കളെയും കൂട്ടിയിട്ട് കളി കാണാൻ പോകുന്ന കാലമാണിപ്പോ. മൂക്കൊണ്ട് വരച്ചിട്ടല്ലാണ്ട് ദുനിയാവുന്ന പോലെ ഈ മക്കളെ കൊണ്ട് അനുഭവിക്കും. എന്താ നമ്മളീ വിചാരിച്ചേക്കണത്? ഈ വിഷയത്തിൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്, അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ്. പ്രൗഢമായ ഗ്രന്ഥം. അതിൽ കാണാം, ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന അതേ സ്നേഹം ഏട്ടൻ അനുജന്മാരോട് കാണിക്കണം. അനുജൻ ഒരു ഷോപ്പ് കൊടുക്കുന്നുണ്ട്, അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അനുജൻ എന്തോ കടം കൊണ്ട് കുടുങ്ങി, അപ്പൊ നമ്മളെ സഹായിക്കണം. എന്നോട് പറഞ്ഞല്ലോ തുടങ്ങുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. അനുജന്റെ കല്യാണ സമയത്ത് നമ്മൾ സഹായിക്കണം. ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം ജ്യേഷ്ഠൻ അനുജന്മാരെ സ്നേഹിക്കണം. എന്നിട്ട് ഇബ്നു ഹജർ വിശദീകരിച്ച് പറയാം, നിനക്ക് എന്ത് ഗുണം ഹൈ ലെവലിൽ ഉണ്ടെങ്കിലും ശരി, നീ നാട്ടിൽ വലിയ സംഭവമായിരിക്കും, പക്ഷെ നീ അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാവണം. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. ആരെയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം കാണുമ്പോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുമ്പോ, നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം കാണുമ്പോ, അതിന്റെ പേരിൽ ഭാര്യയോട് പിണങ്ങി ഭാര്യയെ മാറ്റി നിർത്തി ഭാര്യയെ ത്വലാഖ് ചെല്ലുന്നവരായി നിങ്ങൾ മാറരുത്. കാരണം ഭാര്യയിൽ വേറെ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. സൗന്ദര്യമില്ലെങ്കിൽ അതിന്റെ പേരിൽ ത്വലാഖ് ചെല്ലണ്ട. നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വഭാവം ഉണ്ടാവാം, നല്ല സ്വഭാവമായിരിക്കും. സ്വഭാവമില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകും. സൗന്ദര്യമില്ല, സ്വഭാവവുമില്ല എങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്നായി പാചകം അറിയുന്ന, വളരെ മനോഹരമായി കുക്ക് ചെയ്യുന്ന, നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, ഭക്ഷണത്തോട് പാചകത്തോട് ക്രൈസുള്ള ഫാഷനുള്ള പെണ്ണായിരിക്കും. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകുമ്പോ 3 നേരം നല്ല മനോഹരമായ ഭക്ഷണം നിങ്ങളുടെ ഭാര്യയുടെ കരങ്ങൾ കൊണ്ടുണ്ടാക്കി തിന്നൂടെ? നിങ്ങൾക്ക് ഇങ്ങനെ പോസിറ്റീവ് കാണാൻ നിങ്ങൾക്ക് കഴിയണം. ഇനി ഭക്ഷണവും പോരാ, സൗന്ദര്യവും പോരാ, സ്വഭാവവും പോരാ, എന്നാ ത്വലാഖ് ചെല്ലണമെന്നാണോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്? അല്ല, നബി തങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ദീനുണ്ടാവാം, 5 നേരം നിസ്കരിക്കുന്ന, ആരാന്റെ ഫിത്നയും ഫസാദും പറയാത്ത, നിങ്ങളുടെ മക്കളെ ദീനിയായി വളർത്താൻ കഴിയുന്ന ഒരു ഉമ്മയാണെങ്കിൽ അതിനേക്കാളും വലിയ എന്ത് നിഅമത്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്? ഭാര്യയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം കാണുമ്പോ